എൻ്റെ പേര് ടീന. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മൂന്നാമത്തെ ധ്യാനമാണ്. മാതാവ് സഹായിച്ച് ഈ 3 ധ്യാനത്തിനും ഒരു തടസ്സവും കൂടാതെ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ കാരണം ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം രക്തക്കണ്ണീർ ജപമാല എപ്പോഴും ഞാൻ ഇങ്ങനെ ചൊല്ലുമായിരുന്നു. ചൊല്ലിയിട്ടിരുന്ന് എപ്പോഴും ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ ഞാൻ ഉറപ്പായിട്ടും ചൊല്ലുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മ വീട്ടിലിരുന്ന് വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ പ്രാർത്ഥനയൊന്നും പഠിക്കാതെ അമ്മ റൂമിൽ പോയിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഈ ജപമാല എടുത്ത് എൻ്റെ വീടിനെ എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട് സമർപ്പിച്ച് ഞാൻ ഒരു 10 രക്തക്കണ്ണീർ ജപമാല ഇങ്ങനെ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോ എൻ്റെ ചെവിയിൽ കൂടെ ഇങ്ങനെ പറയാണ്, നിന്നെ രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകി പോയിട്ടില്ല എന്ന് പറഞ്ഞ ആരോ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും ഞാൻ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കും, രക്തക്കണ്ണീർ ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ ഈ ഒരു ഞായറാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല. കൂടിപ്പോയ ഒരു 3 എണ്ണേ ഞാൻ ചൊല്ലത്തുള്ളൂ, അതിനപ്പുറം എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം വീട്ടിലെ ബ്രദറിനെ വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ ചാൾസ് ബ്രദർ പറഞ്ഞു, എല്ലാരും ഇപ്രാവശ്യം ഉറപ്പായിട്ട് കുടുംബസമേതം ധ്യാനത്തിന് പങ്കെടുക്കണം. നിങ്ങൾ വിശദീകരിച്ചാലേ നിങ്ങളുടെ ഭവനവും വിശദീകരിക്കാൻ പറ്റത്തുള്ളൂ. തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും, നിങ്ങൾ വന്നേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി ബ്രദറെ, ഞങ്ങൾ എല്ലാവരും ധ്യാനത്തിന് വരാം. എന്നിട്ട് ഞാൻ അതിനുശേഷം എനിക്ക് ജപമാല ചൊല്ലാൻ തോന്നുന്നില്ല. ഈ ധ്യാനത്തിന് വരുന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോ ഒരു 5:30 എനിക്ക് ഉറക്കം വന്ന് ഞാൻ എന്ത് തലകണയും ഷീറ്റ് എടുത്ത് ഹാളിൽ കൊണ്ട് ഇട്ടിട്ട് കിടന്നില്ല. ജപമാല എടുത്ത് ശരി എന്നാ ഒരു ജപമാല പഠിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ജപമാല മാതാവിനെ നോക്കി പഠിച്ചപ്പോ പറഞ്ഞ്, ആരോ പറയുന്നത് നീ പോയി സാരിമാതാവിന്റെ രൂപം കയ്യിൽ എടുത്ത് വെച്ച് ജപമാല ചൊല്ലുന്നു. ഞാൻ പോയി ആ സാരിമാതാവിന്റെ രൂപം എടുത്ത് കയ്യിൽ വെച്ച് ജപമാല ചൊല്ലുന്നു. അമ്മ കട്ടിലിൽ കിടക്കുന്നു, മക്കളൊക്കെ ഹാളിൽ ബഹളം ഉണ്ടാക്കുന്നു. എന്നാലും എൻ്റെ മൈൻഡ് ഫുള്ള് ഈ ജപമാലയിലാണ്. ഞാൻ ഈ സാരിമാതാവിന്റെ രൂപം നെറ്റിയിൽ വെച്ചിട്ട് ആ ഇരുന്ന ഇരിപ്പിൽ ഒരു 7:30 വരെ 22 രക്തക്കണ്ണീർ ജപമാല എനിക്ക് ചൊല്ലാനുള്ള കൃപ മാതാവ് എനിക്ക് തന്നു. ആ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു എർത്ത് പോലെ ഇങ്ങനെ കയറി എനിക്ക് ആ മാതാവിന്റെ ഫോട്ടോ എൻ്റെ കൈക്ക് പിടിക്കാൻ പറ്റുന്നില്ല, അത്ര ഭാരം തോന്നിയാണ്. അപ്പൊ ഞാൻ 7:45 വരെ ഇത്രയും ബഹളങ്ങളുടെ ഇടയിലിരുന്ന് അവരെ ഒന്നും മൈൻഡ് വെക്കാതെ 22 രക്തക്കണ്ണീർ ജപമാല ചെല്ലാനുള്ള കൃപ എനിക്ക് അന്ന് മാതാവ് തന്നു. എന്നിട്ട് വീണ്ടും അമ്മ എന്തായാലും ഇപ്രാവശ്യം എല്ലാവർക്കും ധ്യാനത്തിന് പോകണം, ഈ ഭവനം വിശദീകരിക്കണമെങ്കിൽ നമ്മൾ പോയേ പറ്റൂ. അപ്പൊ അമ്മ പറഞ്ഞ് അമ്മ വീട്ടു ജോലിക്ക് പോണതാണ്, ജോലി സ്ഥലത്ത് പോയി സംസാരിക്കട്ടെ. നോക്കിയപ്പോ അമ്മയ്ക്ക് അവര് ലീവ് കൊടുക്കില്ല. അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ ആൻമേരി ആന്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി ഇങ്ങനെ അമ്മയ്ക്ക് ധ്യാനത്തിന് വരാൻ വേണ്ടി തടസ്സമാണ്. അപ്പൊ ആന്റി പറഞ്ഞു, മോളെ എന്തായാലും നിങ്ങൾ വന്നേ പറ്റൂ, ഒരു കുഞ്ഞിനെ പോലെ ആ വീട്ടിൽ ഇരുത്തിയിരിക്കരുത്, എല്ലാരും വരണം. നീ ഒരു കാര്യം ചെയ്ത് ജിൻസ് ബ്രദറിനെ വിളിക്കും. ഞാൻ അപ്പൊ തന്നെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ അമ്മയ്ക്ക് അനുജനും വരാനൊക്കെ ഒത്തിരി തടസ്സമാണ്, അപ്പൊ ധ്യാനത്തിന് വന്നേ പറ്റൂ. അപ്പൊ ബ്രദർ അപ്പൊ തന്നെ ഫോണിൽ കൂടെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനും എന്നെ അറിയാതെ സ്തുതിക്കുന്നു, അമ്മയെ സ്തുതിക്കുന്നു. അപ്പൊ എന്റെ വായിന്ന് വരുന്നത്, സാരി മാതാവേ, ഞങ്ങളുടെ ഈ ധ്യാനത്തിന് പങ്കെടുക്കാനുള്ള തടസ്സങ്ങൾ നീ എടുത്ത് മാറ്റണം, ഞങ്ങളെ ധ്യാനത്തിന് പങ്കെടുപ്പിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ സ്തുതിച്ചപ്പോ ബ്രദർ ചോദിച്ചു, ഇപ്പൊ എന്ത് തോന്നി? അപ്പൊ ഞാൻ ഈ സാരി മാതാവിന്റെ ഫോട്ടോ എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണുന്ന മാതാവിന്റെ രൂപം എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. അപ്പൊ ബ്രദർ ചോദിച്ചു, എന്ത് തോന്നി? ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ട്. അപ്പൊ ബ്രദർ പറഞ്ഞു, എന്തായാലും നിങ്ങൾ കുടുംബസമേതം ധ്യാനത്തിന് വരണം, ഒരുപാട് കൃപ മാതാവ് നിനക്ക് തരാൻ വേണ്ടി വെച്ചിരിക്കുന്നു, നീ ഇവിടെ വന്നെത്തണോന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് പറഞ്ഞു, എന്തായാലും ധ്യാനത്തിന് പോയേ പറ്റി, ഈ ജോലി പോണെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ, അതൊന്നും നോക്കണ്ട. എന്നിട്ട് നോക്കണം, ഈ ധ്യാനത്തിന് ഞങ്ങള് വ്യാഴാഴ്ച വരാൻ വേണ്ടി വെളുപ്പിന് അമ്മയ്ക്ക് അതുവരെ ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങളെ പോകാനുള്ളതൊക്കെ ഒരുക്കി വെച്ചിട്ട് അമ്മ പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച വരാം അനുജനുമായിട്ട്, നിങ്ങൾ വ്യാഴാഴ്ച പോകും. ഞങ്ങൾ കിടന്നു. 4 മണിക്ക് അലാറം അടിച്ചപ്പോ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീന ഫോണിൽ അലാറം അടിക്കുന്നത്, നീ ഫോണ് താ. ഞാൻ ഫോണ് തന്നിട്ട് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് വെപ്രാളവും പരവേശവും, ഛർദില് എണീച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു 7 രക്തക്കണ്ണീർ ജപമാല ബുധനാഴ്ച രാത്രി ഇരുന്ന് പഠിച്ചിട്ട്, ഈ ജപമാല എന്നെ സാധാരണ തലകണയുടെ എടുത്ത് വെക്കും, അന്ന് എന്റെ കൈത്തണ്ടയിൽ ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഈ കുരിശും പിടിച്ചിട്ടാണ് കിടന്നത്.
ഇപ്പൊ പിറ്റേന്നായപ്പോ ഈശോയെ, അമ്മയ്ക്ക് ഇങ്ങനെ വെപ്രാളോ പരവേശം, ഞങ്ങളുടെ ധ്യാനം മുടങ്ങുവോ, അമ്മയെ ഇട്ടിട്ട് പോയാ എങ്ങനെ? ഞാൻ അപ്പൊ തന്നെ പോയി എന്റെ ഈ ജപമാല എടുത്ത് എന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് വെച്ച് അമ്മ പ്രാർത്ഥിക്ക്. സാരി മാതാവിന്റെ രൂപം എടുത്ത് എന്റെ അമ്മയുടെ കയ്യിൽ ഓടിച്ചെന്ന് കൊടുത്തിട്ട് അമ്മ ഇത് വെച്ച് പ്രാർത്ഥിക്ക്, എല്ലാ ഇത് മാറും. എന്നിട്ട് ഞങ്ങളുടെ അമ്മ, ഞാൻ അതൊന്നും നോക്കുന്നില്ല. ഞാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് കട്ടിലിൽ കിടത്തി, അമ്മ കിടന്നുറങ്ങുന്നു. ഞാൻ, മാതാവെ, ധ്യാനത്തിന് പോകാൻ തടസ്സം ഒരുക്കരുത്, ഞങ്ങൾ പോയേ പറ്റൂ. എങ്ങനെയോ ഞാൻ എന്റെ 3 മക്കളും എന്റെ അങ്കിളുമായിട്ട് ഇവിടെ ധ്യാനത്തിനെത്തി. അപ്പൊ എന്റെ പപ്പയുടെ സഹോദരിനെയും ഭർത്താവിനെയും എന്റെ അമ്മച്ചീനെ ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. കാരണം അമ്മച്ചിക്ക് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. വയ്യാത്ത ആള് എന്നോട് പറയുന്നു, മോളെ അമ്മച്ചിക്ക് തീരെ വയ്യ, പറ്റൂല. ഞാൻ പറഞ്ഞു, അമ്മച്ചി വന്നേ പറ്റൂ, മാതാവ് അമ്മച്ചിക്ക് സുഖം തരും. അമ്മച്ചിയും വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്കൊരിത്, എന്റെ അമ്മയും എന്റെ അനുജനും വന്നില്ല, ഇനി എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുവോ? ഞാൻ ഇവിടെ നിന്നിട്ട് ഫസ്റ്റ് ദിവസം, മാതാവെ, എന്റെ അമ്മയെ എന്റെ അനിയനെ ഇവിടെ കൊണ്ട് എത്തിക്കണം, കുടുംബത്തിലെ തടസ്സങ്ങൾ മാറണമെന്ന് പറഞ്ഞ്. പക്ഷെ എന്റെ അമ്മയൊക്കെ ഇവിടെ വരുന്നത് വരെ എനിക്കൊരു ടെൻഷനായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു തടസ്സവും ഇല്ലാതെ അമ്മയും അനുജനും അനുജത്തിയും ഇവിടെ വന്നെത്തി. അത്രയൊരു കൃപ തന്നു. തിരിച്ച് ഇന്ന് ബന്ധന പ്രാർത്ഥന പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് പ്രാർത്ഥനയിൽ ബന്ധനത്തിന്റെ ഇതിലാണ് ഞാൻ വന്ന് വീണപ്പോ ഞാൻ എന്നെ മറന്ന്, ഇവിടെ വന്ന് എനിക്ക് കിട്ടിയ കൃപ, എന്നെ മറന്ന് ഞാൻ തൊണ്ട തുറന്ന് സ്തുതിക്കാൻ തുടങ്ങി, തുള്ളിച്ചാടി ഡാൻസ് കളിക്കാൻ തുടങ്ങി. കാരണം ഇതിനു മുമ്പ് ഞാൻ സ്തുതിക്കും, ഇങ്ങനെ ഞാൻ സ്തുതിക്കില്ല. അത്ര ശക്തത്തിലാണ് ഞാൻ തൊണ്ട തുറന്ന് സ്തുതിക്കുന്നത്. എന്നാൽ പോലും എന്റെ തൊണ്ടയ്ക്ക് ഒരു കിഴപ്പോ ഒന്നുമില്ല. അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഞാൻ സ്തുതിച്ചപ്പോ ഒരു കുരിശ്, എന്നിട്ട് തീ ജ്വാല എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശമാണ്, പരിശുദ്ധാത്മാവിന്റെ രൂപം. അതായത് പ്രാവ് ഇങ്ങനെ പറന്നു വന്നിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു, ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ ഞാൻ യേശുവിനെ നന്നായിട്ട് സ്തുതിച്ചു. യേശുവെ, എനിക്ക് സാധാരണ ഒരു ബൈബിൾ വചനമൊക്കെ ചെവിയിൽ കേട്ടാ. എൻ്റെ പേര് വിൽസി എബ്രാഹാം, സ്ഥലം എറണാകുളം ജില്ലയിലെ കുമ്പളം. ഞാനിവിടെ വന്നത് എൻ്റെ മകൾക്ക് ഭയങ്കര വിവാഹ തടസ്സമായിരുന്നു. എവിടെയെല്ലാം ധ്യാനം കൂടിയിട്ടും പ്രാർത്ഥനകൾക്കൊക്കെ പോയിട്ടും വിവാഹമൊന്നും ശരിയായില്ല. മകളും ഞാനും കൂടി ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ ബ്രദർ പറഞ്ഞ് 3 ധ്യാനമെങ്കിലും മോള് കൂടണം, എങ്കിലേ ശരിയാവുള്ളൂ. 2 ധ്യാനം ഒന്നാമത്തെ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിവാഹാലോചന വരികയും രണ്ടാമത്തെ ധ്യാനം കൂടിയതിന് ശേഷം അതെല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നെ ജനുവരി 24-ന് ആ വിവാഹം മനസ്സമ്മതം നടന്നു, കല്യാണം 27-ന് നടന്നു. മകളുടെ ഭർത്താവ് UK-യിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. മകളെയും അങ്ങനെ അവിടേക്ക് ഉടനെ തന്നെ കൊണ്ടുപോകാനും സാധിച്ചു. അവിടെ ചെന്നതിന് ശേഷം മകൾക്ക് ജോലി കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടി. ബ്രദറെ വിളിച്ച് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഒരു ജോലി മകൾക്ക് കിട്ടി. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു, ഭയങ്കര ഭാരം നിറഞ്ഞ ജോലി. അത് 3 മാസം ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ഇത്തിരി ഭാരം കുറഞ്ഞ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രദറെ വിളിച്ചതൊക്കെ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞ്, ഈശോ പറയണ്, പൈസയുടെ ഒരു വില മനസ്സിലാക്കാതെയാണ് മകൾ ജീവിച്ചത്, അതുകൊണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ് ബ്രദറെ, എത്ര രൂപ കിട്ടിയാലും മകൾക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലിക്ക് ശമ്പളം കിട്ടിയതൊന്നും ഇങ്ങനെ സൂക്ഷിക്കാനൊന്നും മകൾ കൂട്ടാക്കാതെ അവൾക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് സാധനങ്ങൾ മേടിച്ചു കൂട്ടിയിരുന്നു. അതേ വസ്തുക്കൾ തന്നെ ഭാരമായി ചുമക്കേണ്ട ഒരു ജോലിയാണ് അവൾക്ക് ആദ്യം കിട്ടിയത്. ഇപ്പോഴും അതിനെ പോലെ സിമ്പിൾ ജോലിയാണെങ്കിലും ആ മേക്കപ്പ് സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. ഇതെന്തോ മകളുടെ മാനസാന്തരത്തിനായിട്ട് ആയിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളിവിടെ വരുമ്പോൾ ഹസ്ബൻഡിന് ജോലി സ്ഥലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. സാലറി ഇല്ല, ജോലിയുമില്ല, ജോലി നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥ. അതെല്ലാം ഇവിടെ വന്ന് ബ്രദറോട് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് വരെ ശമ്പളം മുടങ്ങിയിട്ടില്ല, ജോലി സ്ഥിരമായുണ്ട്. ഇപ്പോൾ ഇത്രയും നാളും വിസ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പ്രായം കഴിഞ്ഞിട്ടും വിസ അടിക്കാമെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് നേരിട്ട് വന്ന് സാറുമാർ പറഞ്ഞു. വിസ അടിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. എൻ്റെ പേര് സീരജ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ മണലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
ഞാൻ യു എയിൽ അജ്മാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫെബ്രുവരിയിലൂടെ ധ്യാനത്തിന് വന്നിരുന്നു. കുറച്ച് പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു നല്ല അനുഭവം ഉണ്ടാവുകയും പിന്നെയും ധ്യാനത്തിന് വരാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനവും ഞാൻ വർഷങ്ങളായിട്ട് 10-20 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമായിരുന്നു. ഇടയ്ക്ക് കോവിഡും ഒക്കെ വന്നിട്ട് കുറച്ച് പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് കാരണം കുറച്ച് മാനസികമായും കുറച്ച് ഡൗൺ ആയിരുന്നു. പിന്നെ ബോസായിട്ടും കുറച്ച് ചർച്ചയില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയും കുറച്ച് ഇതായിരുന്നു. അപ്പോൾ ജിൻസ് ബ്രദറിനെ വിളിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞൊരു ധ്യാനം കൂട് ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ധ്യാനത്തിന് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. കാരണം ആകെ വീഴ്ചയും ബഹളവും. കാരണം നമ്മൾ മുന്നിൽ കൂടിയിട്ടുള്ള ധ്യാനങ്ങൾ നോക്കുമ്പോൾ ഇത് നമുക്കൊരു ആകെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഇതെന്തൊരു ചെയ്യണം യാതൊരു ഇത് തോന്നിയിരുന്നില്ല. ഒരു 2-3 ദിവസം അത്ര എനിക്ക് തീരെ ഒരു ഇത് തോന്നിയിരുന്നില്ല. ഞാൻ ബ്രദറിന്റെ അടുത്ത് നേരിട്ട് പറയാം ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി ഇത് നമ്മൾ സാധാരണ പോലത്തെ ധ്യാനമല്ല, ഇത് നമ്മൾ വേറെ രീതിയിൽ എടുത്താലാണ് അതിലേക്ക് നമുക്ക് കൂടുതൽ നമുക്ക് ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. അത് പിന്നെ ഞാൻ അതനുസരിച്ച് പ്രാർത്ഥിക്കണ ഫലമായിട്ട് എനിക്ക് നല്ലൊരു ആശ്വാസം ലഭിച്ചിരുന്നു. പിന്നെ അന്ന് എനിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ 20 വർഷമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ബോസായിട്ട് അത്രയ്ക്ക് നല്ല ടൈംസിലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാലറി ഒന്നും നമ്മൾ വിചാരിച്ച സാലറി ഉണ്ടെങ്കിലും ഇപ്പോൾ ബ്രദറിനെ വിളിക്കുമ്പോൾ പറയും നീ പൈസ കുറവുള്ള ആൾക്കാരെ വെച്ച് നോക്കിയിട്ട് നിന്നെ കമ്പയർ ചെയ്യരുത്. ഇപ്പോൾ എന്നാലും എനിക്ക് മാനസികമായിട്ട് ഒരു വിഷമമായിരുന്നു. കാരണം ബാക്കിയുള്ള എൻ്റെ സെയിം കാറ്റഗറിയിലത്തെ സ്റ്റാഫിന് സാലറി കൂട്ടി കൊടുക്കുമ്പോഴും എന്നെ ഒരു സൈഡാക്കി എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞിരുന്ന ധ്യാനത്തിനും ആയോ, അപ്പോൾ അത് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു കഴിഞ്ഞ 2 മാസം മുന്നേ എനിക്ക് എൻ്റെ സാലറി, എൻ്റെ ആനുകൂല്യങ്ങൾ, എൻ്റെ ബാക്കി അക്കോമഡേഷൻ അലവൻസ് എല്ലാം ബോസ് കൂട്ടി തന്നു. ഒരു നമുക്കൊരു പ്രതീക്ഷയില്ലാണ്ട് ഒരു ദിവസം ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നനുസരിച്ച് നീ നിന്റെ ഇതൊന്നും പോരാ, നീ അതെന്താ ചോദിക്കാത്ത എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫുൾ ആനുകൂല്യങ്ങൾ എനിക്ക് തിരിച്ച് കൂട്ടി തന്നിരുന്നു. ഈ മകനിലൂടെ ഈ യൂട്യൂബ് ചാനൽ റൂഹാമരിയ ഡെലിവൻസ് മറ്റേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് ഇവിടെ കർത്താവ് ഈ മകന് ഒത്തിരി അനുഗ്രഹം കൊടുത്തു. ഈ മകനിലൂടെ എത്രയോ പേർക്ക് അനുഗ്രഹമായി മാറാൻ സാധിച്ചു. കുടുംബ സമേതമാണ് UAE ഇവിടെ ധ്യാനത്തിനായിട്ട് വന്നിരിക്കുന്നത്. 3 മക്കളുണ്ട്. ഒത്തിരി നന്ദി. ദൈവം നൽകിയ അനുഗ്രഹത്തെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ബോധപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്.